ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങളും കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക. RSSൻ്റെ എന്താ ഭാഗവതിയോ? അല്ല, ഭാഗവൻ സാറേ, നിങ്ങളിവനൊന്ന് കല്യാണം കഴിക്കുമോ? ഇവൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് ബ്ലോഗ് ചെയ്യലുണ്ട്, സംഖ്യക്കും വേണ്ടിയിട്ട്. നിങ്ങളിവനൊന്ന് കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ ശാഖയിൽ എന്തെങ്കിലും ഒരു പണി, നിങ്ങളെ കോണം തിരുമണ പണിയാലും വേണ്ടില്ല, ഒന്ന് കൊടുക്കുമോ? നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചായി. പക്ഷേ ബീഫ് കഴിക്കത്തിട്ടോ. ബീഫ് കഴിച്ചെന്താൽ തീട്ടുറക്കും, ഉറച്ച് ഞങ്ങളെ പരിപാടി നടക്കൂല. നിങ്ങൾ ഈ വർത്താനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട. ആണും പെണ്ണും നിങ്ങൾ കല്യാണം കഴിക്കും. പിന്നെ നിങ്ങളെന്താട്ട് ജനസംഖ്യ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതലാണ് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കാൻ പറ്റരുത്. മുസ്ലിങ്ങൾ അവിടെ പെറ്റ് ഇവിടെ പെറ്റെന്ന് പറയാനും നിൽക്കരുത്. ഇതൊന്നും നടക്കണ കാര്യമില്ല. തീട്ടം മണക്കും അങ്ങേമാരെ അല്ലാന്ന്. പിന്നെ ലാസ്റ്റ് ഇത് പറയരുത്, മുസ്ലിം ജനസംഖ്യ കൂടി ഹിന്ദു ജനസംഖ്യ കുറവാണ്. അല്ലെങ്കിൽ നിങ്ങളെ കാക്കി ടൗസർ ഇട്ടിട്ട് അണ്ടി ആട്ടി നടക്കണ സമയത്ത് പെരെ പോയിണെങ്കിൽ നിങ്ങളെ ജനസംഖ്യ കൂടുകയിനി. നിങ്ങൾ കോൽക്കളിയായിട്ട് നടന്ന ആ സമയത്ത് നിങ്ങൾ കയ്യങ്ങി ഇവനെ പണി കൊടുക്കാൽ നിങ്ങൾ ഇവനെ കല്യാണം കഴിക്കി. ഇവൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് വാണ്ടിയ ബ്ലോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ല, ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഈ സംഖ്യകൾ പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പോൾ ഈ കാണുന്നത് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ, ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരെ, ഇതുവരെ ഞാൻ നാട്ടിലൊരു സംഖ്യനെ കണ്ടിട്ടില്ല. ചിരട്ട് കെട്ടി നടക്കലുണ്ട്, BJP-കാരും കെട്ടി നടക്കലുണ്ട്. അതിൽപ്പെട്ട സംഖ്യയാണോ? അല്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്താ വെച്ചാൽ സംഖ്യ എന്ന് പറഞ്ഞിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രത്യേക കോഡ് ഉണ്ടാക്കിയിട്ട് ഡ്രസ്സുമലോ കയ്യുമലോ എന്തെങ്കിലും ഒരു പണ്ടാരം കെട്ടിടക്കി. ഈ വെള്ളപ്പൊക്കം അതൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളൊന്ന് മാറ്റി വെക്കാലോ അങ്ങ്. അല്ലാന്ന് കല്യാണം കഴിക്കുക, ആണും പെണ്ണും ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഞാനേ പറയണെന്താ വെച്ചാൽ നിങ്ങൾ പറ്റ തായോട്ടാ പോണ്. നിങ്ങൾ ഹിന്ദുക്കളെ ഉണർത്തി ഹിന്ദുക്കളെ മുക്കാലടിച്ച് മാറ്റുക എന്നല്ലാണ്ട് ഹിന്ദുക്കൾക്ക് ഒരു കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതും കേട്ടിട്ട് കുറച്ച് ഹിന്ദുക്കൾ പൗതി സംഖ്യ കാസംഖ്യ അരസംഖ്യൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചോളി, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. മുസ്ലിങ്ങൾ ഇന്ത്യയിലില്ലെങ്കിൽ നിങ്ങളാ ദേശീയ ഭക്ഷണം എന്തൊക്കെയാണോ? പരിപ്പും ഉരുളങ്കിഴങ്ങും. ഇപ്പം നേപ്പാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. നിങ്ങൾ വെറുതെ കൊഞ്ചലം കുത്തിയിട്ട് ഒരു കാര്യമല്ല. എന്തെങ്കിലും പണിക്ക് ഒരു 10 റുപ്യ ഉണ്ടാക്കാൻ നോക്കി. ഈ സംഖ്യ എന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാർ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ മുസ്ലിങ്ങളെ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുണ്ടിക്കുരു പൊട്ടുക, അതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു വർഗീയത ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു 10 റുപ്യ ഉണ്ടാക്കാൻ നോക്കി അങ്ങേമാരെ. എല്ലാന്ന് ജാതി വർഗീയതയും മറ്റവും പറഞ്ഞെടുക്കുന്ന നാറികൾ എല്ലാം.